ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ പ്രൊഫസർ ഒരു കുട്ടിയെ പോയിന്റ് ചെയ്യുന്നു. എന്താണ് നിന്റെ പേര്? പുഞ്ചിരിയോട് കൂടിയിട്ടാണ് അവളോട് പേര് ചോദിക്കുന്നത്. ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ അവൾ അതിന് ഉത്തരം കൊടുത്തു, എൻ്റെ പേര് അലക്സിസ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖത്തെ എല്ലാ ഭാവങ്ങളും മാറി വളരെ ഗൗരവക്കാരനായിക്കൊണ്ട് അദ്ദേഹം അവളോട്, നീ എൻ്റെ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോകണം, ഇനി മേലാൽ എൻ്റെ ക്ലാസ്സിൽ നിന്നെ കണ്ടുപോവുകയും ചെയ്യരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ ഭയങ്കര കൺഫ്യൂഷനില് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന ഭാവത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. രണ്ടാമതൊരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മുന്നിലുണ്ടായിരുന്ന ലാപ്ടോപ്പും പുസ്തകങ്ങളൊക്കെ മടക്കിയിട്ട് അവൾ ക്ലാസ് റൂമിലുള്ള സഹപാഠികളെ ചുറ്റും ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ആ ക്ലാസ്സിൽ നിന്നും പതിയെ പുറത്തേക്ക് പോവുകയാണ്. അലക്സിസ് ക്ലാസ്സിൽ നിന്നും പുറത്തിറങ്ങി പോയപ്പോ പ്രൊഫസർ ചോദിക്കുന്നുണ്ട്, വൈ ആർ ദ ലോസ്? എന്തിനാണ് ഇവിടെ നിയമങ്ങൾ? ഓരോ കുട്ടികളോടും പ്രൊഫസർ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കാം. ഒരാൾ പറഞ്ഞു സോഷ്യൽ ഓർഡർ, രണ്ടാമതൊരാൾ ടു പ്രൊട്ടക്ട് എ പേഴ്സൺസ് ലൈഫ്, ഒരാളുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ. മൂന്നാമതൊരാൾ പറയുന്നുണ്ട് സോ ദാറ്റ് യു ക്യാൻ റിലേ ഓൺ ഗവൺമെന്റ്. പക്ഷേ പ്രൊഫസർ കുട്ടികളുടെ ഉത്തരത്തിലൊന്നും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അവസാനത്തില് സംശയഭാവത്തോടു കൂടി ഒരു പയ്യൻ ചോദിക്കാണ്, ജസ്റ്റിസ്? പ്രൊഫസർ ആ കുട്ടിയോട് താങ്ക് യു എന്ന് പറയാം. അതിനുശേഷം പ്രൊഫസർ ആ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ നിങ്ങളുടെ ക്ലാസ്മേറ്റിനോട് ചെയ്തത് നീതിയായിരുന്നു? വാസ് ഐ അൺഫെയർ ടു യുവർ ക്ലാസ്മേറ്റ്? അവരുത്തരം പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഫെയർ ആയിരുന്നില്ല അവളോട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും നിങ്ങൾ ആരും മിണ്ടിയില്ല, നിങ്ങളാരും എന്നെ ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ കുട്ടികൾ അപ്പോഴാണ് ദാറ്റ് ദേ വർ ആക്ച്വലി തിങ്കിങ്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ചോദ്യം ചെയ്തില്ല? നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾ അനീതിക്കെതിരെ ശബ്ദം ഉയർത്താതിരുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ട് മിക്ക പ്രശ്നങ്ങളിലും നമ്മൾ തലയിടാറില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. ഞാൻ എന്തിന് ഇതേപ്പറ്റി ആലോചിക്കണം? ഞാൻ എന്തിന് ഇതിന് ഒരു മറുപടി കൊടുക്കണം? ഒരിക്കൽ നിങ്ങൾക്കും ഇതേ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഒരാളും നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുന്നില്ല, ഒരാളും നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പോകുന്നില്ല. ഇതേ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇൻജസ്റ്റിസിനെതിരെ നമ്മൾ ശബ്ദമുയർത്തിയിട്ടില്ല എങ്കിൽ ഒരിക്കൽ നമ്മളും ഈ ഇൻജസ്റ്റിസിന്റെ ഇരകളായിട്ട് മാറുമെന്ന് പ്രൊഫസർ ക്ലാസ്സിലെ കുട്ടികളോട് പറയുന്നുണ്ട്. വെൻ പീപ്പിൾ സ്റ്റോപ്പ് ക്വസ്റ്റനിങ് ഇൻജസ്റ്റിസ്, the system slowly normalize it.